ഇന്ന് നമുക്ക് ചുറ്റും നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും, ജനങ്ങൾ വർദ്ധിച്ച മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ജീവിതത്തിൽ എന്തൊക്കെയോ പിടിച്ചെടുക്കാനുള്ള ഓട്ടത്തിനിടയിൽ പലപ്പോഴും അവരുദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. ലാഭം ഉദ്ദേശിച്ച് പല കാര്യങ്ങളും ചെയ്യും. ചിലപ്പോൾ ലാഭത്തിലാവും, ചിലപ്പോൾ അത് നഷ്ടത്തിലാവും. അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷകൾ, അതിനുവേണ്ടി ഒരുപാട് പഠിക്കുന്നു, ഉദ്ദേശിച്ച പോലെ മാർക്ക് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ പരാജയപ്പെടുക, അല്ലെങ്കിൽ വിജയിക്കും. പ്രതീക്ഷ പോലുള്ള റിസൾട്ട് കിട്ടാതെ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ വർദ്ധിച്ച മാനസിക സംഘർഷം അനുഭവിക്കും. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും, പഠിച്ചത് ഓർമ്മ കിട്ടാതെ പോകും. ചിലപ്പോൾ അധ്യാപകരെന്നെ ചിലപ്പോൾ പലപ്പോഴും നിന്ദിക്കുന്നു. പല തരത്തിൽ അച്ഛനമ്മമാർ ചിലപ്പോൾ കുറ്റപ്പെടുത്തും. പഠനകാലത്ത് തന്നെ വർദ്ധിച്ച മാനസിക സംഘർഷം അനുഭവിക്കും. ജോലിക്ക് വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നങ്ങൾ, പല പരീക്ഷകളും എഴുതുന്നു, റാങ്ക് ലിസ്റ്റിൽ വരുന്നു, പക്ഷെ നിയമനം കിട്ടാതിരിക്കും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പല കാര്യങ്ങൾ പറയും. ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനം, അല്ലെങ്കിൽ ജോലി സമ്മർദ്ദം, അതെല്ലാം പറയും. അതെല്ലാം കഴിഞ്ഞ് ഈ ജോലിക്കിടയിൽ തന്നെ പല സംരംഭങ്ങളിൽ ഏർപ്പെടുന്നു. വലിയ വീടുകൾ വെട്ടുന്നു, വലിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നു, പലവിധ ലോണുകൾ എടുക്കുന്നു. അത് പലപ്പോഴും വർദ്ധിച്ച മാനസിക സംഘർഷത്തിന് ഇടയാക്കിയത്. അടയ്ക്കാൻ കഴിയാതെ വരുന്നു, പല രോഗങ്ങളിടയിൽ അറ്റാക്ക് ചെയ്യും. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് വീട്ടിലെത്തി കഴിഞ്ഞാൽ വീണ്ടും സംഘർഷം സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴും ആഗ്രഹങ്ങൾ ഒരിക്കലും തീരില്ല. ഷെയർ വെക്കുന്ന സ്ഥലങ്ങളിൽ പോയിരിക്കുക, ലോട്ടറികൾ എടുക്കുക, 3000-4000 രൂപയ്ക്ക്. ആളുടെ ചുറ്റും വരുന്ന കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പല കാര്യങ്ങളും ചുറ്റുപാടും അതിർത്തി തർക്കം ഉണ്ടാക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. വർദ്ധിച്ച ആഗ്രഹം. റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുകയാണെങ്കിൽ വൃദ്ധനായാലും ഈ ആശാഭാഷങ്ങൾ വിട്ടു. ഇപ്പൊ നമുക്ക് പേപ്പറുകളിൽ നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും, വളരെ ചെറുപ്പത്തിൽ തന്നെ ആൾക്കാർ പിന്നെ ഈ ലോകം വിട്ടുപോകും. 50 വയസ്സിലും അതേപോലെ 40 വയസ്സ് 50 വയസ്സിലൊക്കെ ആൾക്കാർ പലവിധ രോഗങ്ങൾക്കിടയാവുന്നു, അടിമയാവുന്നു, മരണത്തിലാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? പരിഹാരമുണ്ടോ? പരിഹാരം ഉണ്ടോ ചോദിച്ചാൽ തീർച്ചയായും പരിഹാരമുണ്ട്. അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മളെ ഹെൽത്ത്, ആരോഗ്യം പരിപൂർണമായി സംരക്ഷിക്കണം. അമിതമായ ജോലികൾ അയാളെ രോഗിയാക്കും. അമിതമായ ജോലിഭാരം. എപ്പോഴും മിതമായി നമ്മളെ കറക്റ്റായിട്ട് എല്ലാ കാര്യത്തിലും നമ്മളൊരു മിതത്വം പാലിക്കണം. അമിതമായ ജോലിഭാരം എല്ലാം ഇറക്കി താഴെ വെക്കണം. അത് നമ്മുടെ ആയുർദൈർഘ്യം നമ്മളെ കുറയ്ക്കും. അതുപോലെ തന്നെ അമിതമായ ആഹാരം കഴിക്കരുത്. അമിതമായ ആഹാരം കഴിച്ചാൽ നമ്മൾ ആയുർദൈർഘ്യം താഴോട്ടായിരിക്കും. അമിതമായി ടെൻഷൻ അടിക്കരുത്, മാനസിക സമ്മർദ്ദം അനുഭവിക്കരുത്. അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആയുസ് താഴോട്ടായിരിക്കും. ഇങ്ങനെ അമിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം.
മനുഷ്യ സമ്മർദ്ദം വരുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്, യഥാ സംഹരതേ ചായം കൂർമോ അംഗാനി സർവേശ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥ്യേഭ്യോ സസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. നമ്മൾ ആമയെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആമയെന്ന് നമ്മൾ തൊടാൻ പോകുമ്പോൾ ആമ അതിന്റെ സർവ്വ അവയവങ്ങൾ ഉള്ളിലേക്ക് വരും. അതേപോലെ നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് വലിക്കണം. ഇന്ദ്രിയങ്ങൾ പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, അതിനെല്ലാം നമ്മൾ മനസ്സിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ അടക്കണം, മനസ്സിനെ ബുദ്ധിയിൽ അടക്കണം, ബുദ്ധി ആത്മാവിൽ അടക്കണം. എല്ലാത്തിനും നമ്മൾ ഒഴിഞ്ഞു മാറണം. അല്ലെങ്കിൽ ഈ ടെൻഷൻ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് പലവിധ രോഗങ്ങൾക്കും കാരണവും അകാല മരണത്തിനിടയും ആയുർദൈർഘ്യം പറയും. അതാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്. നമ്മളെ ബുദ്ധി ഉറച്ചതാവണമെങ്കിൽ ആമയെ പോലെ ആവണം. ആമയെ കണ്ടുപിടിക്കണം. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനി സർവശക ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥേഭ്യോ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അപ്പോൾ നമ്മുടെ ബുദ്ധി ഉറച്ചതാവും. ആമ അതിന്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ നമ്മളെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് വലിക്കും. അപ്പോൾ നമ്മൾ ബുദ്ധി ഉറച്ചതാവും. ഈ ലോകത്ത് ഒന്നിന്റെ പേരിലും ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യം, മരണം ടെൻഷൻ അടിക്കുന്ന കാരണം. ആരുടെയും മരണത്തെ തടയാൻ നമുക്ക് സാധിക്കും? നമ്മുടെ മരണത്തിന് തടയാൻ നമുക്ക് സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. ജാതസ്യ ഹിദ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ തസ്മാത് അപരിഹാരാർത്ഥി നെത്തും ശോചിതും അർഹസി. പറയുന്നു, ജനിച്ചവന് മരണ നിശ്ചയം, മരിച്ചവന് ജനന നിശ്ചയം. അത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ്. അത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം ദുഃഖിച്ചു കൊണ്ട് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരിക്കലും പണ്ഡിതന്മാര് പ്രാണം പോയവരെ കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ ദുഃഖിക്കാറില്ല. അത് മൂഢന്മാർ. അപ്പൊ ഈ ടെൻഷനിൽ നിന്നൊക്കെ നമ്മൾ ഒഴിയണം. ബുദ്ധിപരമായി അറിവ് ആർജിച്ച് ഒഴിയുമാണ്. ദൈവം നമുക്ക് ഒരു ഡ്യൂട്ടി തന്നിട്ടില്ല ഈ ലോകത്ത്. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മബല സംയോഗം സ്വഭാവസ്ഥ പ്രവർത്തത. ഗീതയിൽ ഭഗവാൻ പറയുന്നു, ന കർത്തൃത്വം. ഈ ലോകത്തിലെ ഒരു ജീവിക്കും ഒരു കർത്തൃത്വം കൊടുത്തില്ല. അതായത് അയാളെ ചെയ്യപ്പെടേണ്ട ഒരു ജോലിയും ഭഗവാൻ കൊടുത്തില്ല. സൃഷ്ടിച്ചിട്ടേ ഇല്ല. ഞാൻ സൃജതി, കൊടുക്കുകയല്ല, സൃഷ്ടിച്ചിട്ടേ ഇല്ല. എന്തെങ്കിലേ കൊടുക്കുക. കർമ്മം കൊടുത്തില്ല. കർത്തൃത്വം കർമ്മം ഉണ്ടെങ്കിൽ ഇതുള്ളൂ, കർമ്മ ബലമുള്ളൂ. അതുമില്ല, ഒന്നും സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നത്. പിന്നെന്തിനാണ് ഈ ആൾക്കാർക്ക് ഇങ്ങനെ ഓടി എല്ലാം എന്റെ തലയിൽ, അതേപോലെ എല്ലാം എന്റെ തലയിലാണ് കൊണ്ട് കിടക്കുന്നത് ചോദിച്ചാൽ അറിവില്ലായ്മയുണ്ട്, മൂഢത്തരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ടെൻഷൻ മുഴുവൻ. എല്ലാം എന്റെ തലയിലാണ് കൊണ്ട് കിടക്കുന്നത്. നമ്മൾ ജോലികളുള്ള സമയത്ത്, സർവീസിലൊക്കെ ഉള്ള സമയത്ത് എല്ലാം നമ്മുടെ തലയിലാണ് തോന്നുന്നത്. അതേ സ്ഥാപനത്തിൽ നമ്മൾ ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 4 വർഷം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ നമ്മളൊരു ഭാരമായി തോന്നും. അതേപോലെ തന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ, റിട്ടയർ ചെയ്ത് ആരും സ്വന്തം സ്ഥാപനത്തിൽ ഒരിക്കലും വരാറില്ല. പല കാരണങ്ങളുണ്ട്. കാരണം അവർക്ക് ആദരവ് കിട്ടില്ല, ആരും മൈൻഡ് ചെയ്യില്ല. 4 വർഷം പോയി കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. സ്ഥലം മാറ്റം കിട്ടിപ്പോയാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ സ്ഥാപനത്തിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാം എന്റെ തലയിലാണ് എന്ന് അഹങ്കരിച്ചടക്കും. പൊതുജനങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർ നേരെ കുറച്ച് ആടും, എന്തൊക്കെ ചെയ്യും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും ആ സ്ഥാപനത്തിലെ കൂടെ വർക്ക് ചെയ്തവരെ പോലും മൈൻഡ് ചെയ്യില്ല. അതുവരെ എന്റെ തലയിലാണ് എല്ലാം മട്ട് കിടക്കുന്നത്. വാസ്തവം അതാണ്. പറഞ്ഞു വന്നത്, ഇതേപോലെ എല്ലാ ഭാരവും തലയുടെ മുകളിൽ എടുത്ത് വെച്ചിട്ട് മൂഢതയോടെ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എല്ലാം എന്റെ തലയിലാണ്, അല്ലെങ്കിൽ എനിക്ക്
എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു അങ്ങനെയെല്ലാം പറഞ്ഞ് വർദ്ധിച്ച മാനസിക സംഘർഷത്തിന് നമ്മൾ ഒരിക്കലും പിന്നെ വഴിപ്പെട്ട് കൊടുക്കരുത്. ആരെങ്കിലും കുറ്റം പറഞ്ഞു അതിനൊന്നും ആരും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആരെങ്കിലും സ്തുതിച്ചു അതിനെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യരെല്ലായ്പ്പോഴും കാപട്യത്തിൽ